അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലിസാനുൽ ഖുർആനിലെ 7ാമത്തെ പാഠത്തിൽ എണ്ണങ്ങൾ പരിചയപ്പെടുകയാണ്. 1 മുതൽ 10 വരെയുള്ള എണ്ണങ്ങൾ 2ാം ക്ലാസ്സിലെ നിലവിലുള്ള പാഠപുസ്തകത്തിലുണ്ട്. അതിൻ്റെ ഒരാവർത്തനം എന്ന രൂപത്തിൽ 3ാം ക്ലാസ്സിലെ 1ാം പാഠത്തിൽ ഞാൻ പഠിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുകയാണ്. അതോടുകൂടെ കഴിഞ്ഞ് പഠിച്ചതൊന്ന് ഓർമ്മപ്പെടുത്തലും കൂടെ ഉണ്ട്. ഇവിടെ 11 മുതൽ 20 വരെയുള്ള എണ്ണങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി അതിൽ തന്ന ഉദാഹരണങ്ങളൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. അതിൻ്റെ അർത്ഥസഹിതം ഞാനൊന്ന് വിശദീകരിക്കാം. ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ. തീർച്ചയായും ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. അഹദ അശറ, രണ്ടിൻ്റെയും അവസാനം ഫത്ഹുകളാണ് വരിക. അശറൻ്റെ കൂടെ താ വരില്ല. അതായത് അതിനൊക്കെ നിയമം വിശാലമായിട്ടുണ്ട്. ഇപ്പം നിങ്ങളങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വലിയ ക്ലാസ്സുകളിൽ അതിൻ്റെ തുടർ പഠനം ഉണ്ടായിരിക്കും. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ. നിശ്ചയം അള്ളാഹുവിൻ്റെ പക്കലുള്ള മാസങ്ങളുടെ എണ്ണം 12 മാസമാണ്. ഷഹ്റുൻ ജമ്മു ഷുഹൂർ, മാസങ്ങൾ. ഷഹ്റന മാസം. 12 12. ഫി സൊഫി 13 ദാരിസൻ. ക്ലാസ്സിൽ 13 വിദ്യാർത്ഥികളുണ്ട്. 13. അർക്കാനു സലാത്തി 14. നിസ്കാരത്തിൻ്റെ റുക്കനുകൾ അഥവാ ഫർളുകൾ 14. അല ഷജറത്തി 15 തോഇറൻ. മരത്തിന്മേൽ 15 പക്ഷികളുണ്ട്. ഫിൽ കിതാബി 16 ദർസൻ. പുസ്തകത്തിൽ 16 പാഠങ്ങളുണ്ട്. ഫി സല്ലത്തി 17 മാഞ്ച. കൊട്ടയിൽ 17 മാങ്ങകളുണ്ട്. അല ത്വാവിലത്തി 18 കിതാബൻ. മേശമേൽ 18 പുസ്തകങ്ങളുണ്ട്. അലൈഹ 19. അതിൻ്റെ മേൽ, അതായത് നരകത്തിനാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മേൽ 19 ഉണ്ട്. അതായത് 19 മലക്കുകളുണ്ട് നരകത്തിൻ്റെ കവലായിട്ട്. ഇയക്കും മിൻകും ഇശ്റൂന സ്വാബിറൂന. അതാണ് നമ്മൾ പാഠത്തിൻ്റെ ഹെഡിങ്. ഇശ്റൂന സ്വാബിറൂന, 20 ക്ഷമിക്കുന്നവർ. നിങ്ങളിൽ നിന്ന് 20 ക്ഷമിക്കുന്നവരുണ്ടെങ്കിൽ. യുദ്ധം ചെയ്യാനുള്ള ആദ്യകാലത്തെ ഓർഡറുമായി ബന്ധപ്പെട്ടതാണ്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സമയം ദീർഘിച്ചെന്നുള്ളതുകൊണ്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് 2 എണ്ണത്തിൻ്റെയും അവസാനം, അതായത് എണ്ണം 2ആയിട്ട്, ഇതിന് മുറക്കബായ എണ്ണാണ്. അഹദ അശറ, 2ൻ്റെ അവസാനത്തെ എല്ലാ ഹർക്കത്തുകളും ഫത്ഹാണ്. അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് ബാധകമല്ലെങ്കിലും ഭാവിയിലേക്ക് നിങ്ങൾക്കത് ഉപകരിക്കും. അതേപോലെ തന്നെ 11 മുതൽ പറയുന്ന അതിൻ്റെ വിശദീകരണം, അതായത് ആ എണ്ണപ്പെടുന്ന വസ്തു എല്ലാം ഏകവചനാണ്. അതോടുകൂടെ എല്ലാം അവസാനം ഫത്ഹാണ്. അതും എൻ്റെ കൂടെ മനസ്സിലാക്കുക. നസ്ബ് എന്നാണ് പറയുക, അതായത് ഫത്ഹായിട്ട്. ഇപ്പോൾ കൗകബൻ, ഷെഹ്റൻ, ദാരിസൻ, തോഇറൻ, ദർസൻ എല്ലാം നമ്മൾ 1 മുതൽ 10 വരെ പഠിച്ചപ്പോൾ അവിടെയൊക്കെ ബഹുവചനായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് നിങ്ങൾക്ക് ബാധകമല്ലെങ്കിലും ഭാവിയിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പമാണ്. നന്നായി ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ സൂചന നൽകിയിട്ടുള്ളത്. എന്തായാലും എണ്ണങ്ങൾ 11 മുതൽ 20 വരെ ശരിക്കും എണ്ണി പഠിക്കുക. അത് മനസ്സിലാക്കേണ്ടത്, അശറ നമ്മൾ 10 എന്ന് പഠിച്ചതാണ്. ആ അശറ എല്ലാത്തിലും വരുന്നുണ്ട്. ഇശ്റൂന വരുമ്പോൾ മാത്രമേ ഇത് മാറുന്നുള്ളൂ. പിന്നെ വാഹിദ് എന്നാണ് നമ്മൾ 1 പറഞ്ഞത്. ആ വാഹിദിൻ്റെ സ്ഥാനത്ത് അഹദ. പിന്നെ ഇത്നാനി എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഇത്നാനി പറയില്ല, അതിന് പകരം ഇത്ന. അനൂന് പറയാൻ പാടില്ല, അത് പറഞ്ഞാൽ തെറ്റാണ്. അടുത്തതായിട്ട് സലാസത്ത. പിന്നെ ഉള്ളിടത്ത് എല്ലാ സ്ഥലത്തും ഇതുണ്ട്. ആ എണ്ണങ്ങളിൽ നമ്മൾ 1 മുതൽ 10 വരെ പഠിച്ചപ്പോൾ അതേമാതിരി ആ അക്ഷരങ്ങളുടെ കൂടെ അക്ഷര ചേർത്താൽ മതി. സലാസത്ത അക്ഷര, 14 അക്ഷര. അവിടെയൊക്കെ സലാസത്തു എന്നായിരുന്നു, ഇവിടെ സലാസത്ത എന്നാണെന്ന്. ആ വ്യത്യാസമേ ഉള്ളൂ. 14 അക്ഷര, 15 അക്ഷര, 16 അക്ഷര, 17 അക്ഷര, 18 അക്ഷര, 19 അക്ഷര. 20 ഇശ്റൂന. ഇതിനി പരിചയപ്പെടാനാണ് അടുത്ത പ്രവർത്തനമായിട്ട് നമുക്ക് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് എങ്ങനെ അക്കത്തിൽ എഴുതാം എന്നുള്ളതും പരിശീലിക്കണം. അപ്പോൾ വാഹിദ് 1, ഇസ്നാനി 2, സലാസ 3. ശ്രദ്ധിക്കുക, 2 ഇടുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾക്ക് തെറ്റുന്നൊരു തെറ്റാതെ 6 മാറും. 6 ഇടുമ്പോൾ 2 മാറും ചെയ്യാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലതുവശത്തേക്കാണ് 2 വെക്കേണ്ടത്. 2ൻ്റെ വലതുവശത്തേക്കാണ് അതിൻ്റെ ആ കുനിപ്പ് വരേണ്ടത്.
ആ ഭാഗത്തേക്ക് തന്നെയാണ് 3ൻ്റെ രൂപം. പിന്നെ 4 ഹംസ, ആ എണ്ണം അങ്ങനെ പോവുകയാണ് 10 വരെ, അത് എഴുതുന്ന രൂപം. അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ സാധാരണ എഴുതുന്ന എണ്ണം എഴുതുന്നത്, അതുപോലെ ഇടതുവശത്തു നിന്നാണ് എഴുത്തിൻ്റെ സ്റ്റാർട്ടിങ്. ഇപ്പോൾ 10 എന്ന് എഴുതുമ്പോൾ ഈ ഭാഗത്ത് ഇടതുവശത്ത് 1ഉം വലതുവശത്ത് അതിൻ്റെ 0 വരുന്ന രൂപത്തിൽ തന്നെ എഴുതണം. നേരെ തിരിച്ചെഴുതിയാൽ 1 എന്നായി മാറും. നമ്മൾ അക്ക ഇടുന്നത് അറബിയിൽ എഴുതുമ്പോൾ വലതുവശത്താണെങ്കിലും അതിൻ്റെ എഴുത്തിൻ്റെ ഓർഡർ ഇടതുവശത്തു നിന്നാണ് വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് 11 മുതൽ 20 വരെയുള്ള അക്കങ്ങൾ ശ്രദ്ധിക്കുക, ആണെങ്കിൽ മനസ്സിലാവും. 11, ആ 12 എങ്ങാനും ഇപ്പുറത്ത് കിട്ടാതെ 21ആയി മാറും. 13 ഇപ്പുറത്തേക്ക് 3 ഇട്ടാൽ 13ആയി മാറും. അപ്പോൾ 1 ആദ്യം, അതിൻ്റെ നേരെ 3, അത് അറബിയിലാണ് എഴുതിയാൽ മതി. 14, 15, അങ്ങനെ അഹദാഷർ, ഇസ്നാഷർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ 20 വരെ ആണുള്ളത്. ഇനി തൊട്ടടുത്ത പ്രവർത്തനമായിട്ടുള്ളത്, ഇവിടെ അക്കങ്ങൾ തന്നിട്ടുണ്ട്. അതിന് നേരെ ഇത് എണ്ണം കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നേരെ ഇപ്പുറത്തെ അക്ഷരത്തിലായ എണ്ണങ്ങളുണ്ട്, അതിനെ ചെറുക്കാനാണ്. അപ്പോൾ 8, ഒന്നാമത്തെ അക്ഷരം അക്കായിട്ടുള്ളത് 8ആണ്. അപ്പോൾ 8-നെതിരെ ഏതാ നോക്കുക? സമാനിയത്ത അല്ലേ, സമാനിയത്തുൻ അല്ലേ. അപ്പോൾ ആ സമാനിയത്തു എന്നുള്ളതിന് നേരെ വരക്കാനാണ്. പിന്നെ 13-ന് എന്താണ്? സലാസത്താഷർ, അതിൻ്റെ നേരെ വരക്കുക. 15-ന് എന്താണ്? ഹംസത്താഷർ, അതിൻ്റെ നേരെ വരക്കുക. 20-ന് ഇഷ്റൂന, അതിന് നേരെ വരക്കുക. നിങ്ങളൊക്കെ ആരെങ്കിലും വർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ പ്രവർത്തനം നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് നോട്ട് ബുക്കിലേക്ക് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. തൊട്ടടുത്ത് പിന്നെ കുറേ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, പഴങ്ങളുടെയും സ്റ്റാറും മറ്റു പലതും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ അക്കവും എഴുതണം, അതിൻ്റെ അക്ഷരവും എഴുതണം. അപ്പോൾ നമുക്കത് ആദ്യം എണ്ണി നോക്കേണ്ടി വരും. ഒന്നാമത് ആപ്പിളുകളുണ്ട്, അവിടെ 10 ഉണ്ട്. അപ്പോൾ 10-ന് എന്താ പറയുക? അഷറ. അപ്പോൾ അഷറ എന്ന് എഴുതണം. എന്നിട്ട് അതിൻ്റെ നേരെ അഷറ എന്ന് അക്ഷരത്തിലും എഴുതണം. അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ. അഷറ എഴുതുമ്പോൾ അവിടെ ത വേണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ എണ്ണി നോക്കുക. 2, 4, 6, 8, 10, 12, 14, 15, 15 ഉള്ളത്. ആ 15-ന് എന്താ പറയുക? അത് അക്കത്തിൽ എഴുതുക. ആദ്യം നമ്മൾ എഴുതുമ്പോൾ 1, 15 ആ രൂപത്തിൽ എഴുതുക. പിന്നെ അതിൻ്റെ അക്ഷരത്തിൽ നമ്മൾ മേലത്തെ ഈ പ്രവർത്തനത്തിലുണ്ടല്ലോ ഹംസത്താഷർ അല്ലേ. അടുത്തതായിട്ട് 20 ഉണ്ട്. 20 ഉണ്ട്. 20-ന് എന്താ പറയുക? 2ഉം 1 0 ഇട്ടെടുത്തിട്ട് ഇപ്പുറത്ത് ഇഷ്റൂന എന്ന് എഴുതുക. പിന്നെ തൊട്ടടുത്ത് 3ഉം 7 ഉണ്ട്. അപ്പോൾ സബ, അതിൻ്റെ എണ്ണ എഴുതുക, അക്ഷരത്തിൽ എഴുതുക. പിന്നെ 13 1, 3 എഴുതിയിട്ട് ഇപ്പുറത്ത് സലാസത്താഷർ എഴുതുക. പിന്നെ അങ്ങനെ പോയിട്ട് 12 ഉണ്ട്. ഇത്നാ അഷർ, അതിൻ്റെ അക്കത്തിൽ എഴുതുക, അക്ഷരത്തിൽ എഴുതുക. ഇതാണ് ആ പ്രവർത്തനം. വളരെ സിമ്പിളായ ഒരു പാടാണിത്. ഇനി അത് കഴിഞ്ഞ ഇവിടെ കുറേ അക്കത്തിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ അക്ഷരം എഴുതാനാണ്. 6-ന് എന്താ പറയുക? സിത്തത്തുൻ. 7-നോ സബഅത്തുൻ. 12-നോ ഇസ്നാ അഷർ. പിന്നെ 19-നോ തിസ്അത്താഷർ. ഇങ്ങനെ ആ പ്രവർത്തനം ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നക്തുബു ബിൽ അർഖാം, എണ്ണത്തിൽ ഈ സംഖ്യകൾ എഴുതാനാണ്. അഹദാഷർ, അപ്പോൾ 11 എന്ന് എഴുതണം. അർബഅത്താഷർ 14 എന്ന് എഴുതണം. സലാസത്തുൻ 3 എന്ന് എഴുതണം. അഷറത്തുൻ 10 എന്ന് എഴുതണം. അപ്പം അങ്ങനെ ആദ്യത്തെ പ്രവർത്തനത്തിൽ നക്തുബുൽ ഹുറൂഫ് എന്ന് പറഞ്ഞിട്ട് അക്ഷരം എഴുതാനും ഇവിടെ അക്കങ്ങൾ എഴുതാനും. പിന്നെ തൊട്ടടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ആ എണ്ണം തുടർച്ചയായി അങ്ങനെ എഴുതി പോകാനാണ്. തിസ്അത്തുൻ, അഷറത്തുൻ, പിന്നെ അഹദാഷർ, ഇസ്നാഷർ, സലാസത്താഷർ, അർബഅത്താഷർ, ഹംസത്താഷർ, സിത്തത്താഷർ, സബഅത്താഷർ, സമാനിയത്താഷർ, തിസ്അത്താഷർ, ഇഷ്റൂൻ. അത് വിട്ടുപോയതൊക്കെ പൂരിപ്പിച്ചു കൊടുക്കാനാണ്. അത് കഴിഞ്ഞാലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് കുറേ അറബി തന്നിട്ടുണ്ട്, അതിൻ്റെ മലയാളം ആക്കാനാണ്. കലമുൻ വാഹിദ് അല്ലേ. കലമുൻ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരു പേന. അപ്പോൾ അത് അറബി മലയാളത്തിൽ തന്നെ എഴുതി പരിശീലിക്കണം. തിസ്അത്തു കുത്തുബിൻ 9 പുസ്തകങ്ങൾ. അഹദ അഷറ ദർസൻ 11 പാഠങ്ങൾ. ഹംസത്ത അഷറ അർണബൻ 15 മുയലുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇവിടെ 5 വാതിലുകൾ അതിനെ അറബിയാക്കാനാണ്. അരിബു കമാഫിൽ മിസാൽ, 5 വാതിലുകൾ ഇതിൻ്റെ ഹംസത്തു അബുവാബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, 1 മുതൽ 10 വരെ ജമ്പുകളായിട്ട് വരണം. അതിൻ്റെ ശേഷമുള്ള 20 വരെയുള്ളതിന് ഏകവചനമായിട്ടാണ് വരിക. അത് ശ്രദ്ധിച്ചിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ. 5 വാതിലുകൾ ഹംസത്തു അബുവാബി. ഈ 13 മാങ്ങകൾ. 13-ന് എന്താ നമ്മൾ പഠിച്ച്? സലാസത്താഷർ അല്ലേ. അപ്പോൾ സലാസത്താഷറ മാഞ്ച. ഇനി അമ്പജൻ, അമ്പജ് പറയുകയാണെങ്കിൽ അമ്പജൻ എന്ന് പറയാം. മാഞ്ചയിൽ നമുക്കത് വരുത്താൻ കഴിയൂല, അതുകൊണ്ട് അങ്ങനെ. 18 കസേരകൾ.
അപ്പോൾ 18 എന്താ പറയുക? 18 സമാനിയത്താശർ അല്ലേ? സമാനിയത്താശർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 18 കസാര, കുർസിയ് കുർസിയൻ അല്ലേ? 7 പേനകൾ, 7 സബഅത്തു അല്ലേ? പിന്നെ പേനകൾ എന്നാണ്, അപ്പോൾ അവിടെ ജമ്മായിട്ട് ഉപയോഗിക്കണം അഖിലാമിൻ, സബഅത്തു അഖിലാമിൻ. പിന്നെ അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് പിന്നെ ഖുർആനിലെ കുറച്ച് ആയത്തുകളാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. അതിലുള്ള എണ്ണങ്ങൾക്കടിയിൽ അടിവരടാനാണ്. യക്കുമിൻകും ഇഷ്റൂന സ്വാബിഹൂന, അപ്പോൾ 20 അല്ലേ? 20 ഇഷ്റൂനൻ്റെ അടിയിൽ വരടാൻ. നൈത്തത്തെ ഷൂരി ഇന്ദല്ലാഹി ഇസ്നാശറിൻ്റെ അടിയിൽ വരടാൻ. ഉൻസില ലക്കും മിനൽ അൻആമി സമാനിയത്ത് അജ്വ, സമാനിയത്തിൻ്റെ അടിയിൽ അടിവരടുക. വകാന ഫിൽ മദീനത്തി തിസ്അത്തു റഹ്ത്, തിസ്അത്തിൻ്റെ അടിയിൽ അടിവരടുക. അലൈഹാ തിസ്അത്തു അശർ, അലൈഹാ തിസ്അത്തു അശർ, അപ്പോൾ തിസ്അത്തു അശറിൻ്റെ അടിയിൽ വരടുക. ലഹാ സബഅത്തു അബ്വാബിൻ, അതിൻ്റെ സബഅൻ്റെ അടിയിൽ വരടുക. ഇനി റഅയ്തു അഹദ അശറ കൗകബൻ, അഹദ അശറക്ക് വരടുക. ഫകഫാറത്തുഹു ഇത്ആമു അശറത്തി മിസ്കീൻ, എന്താണ്? 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കലാണ് അതിൻ്റെ കഫാറത്ത്. ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. അർത്ഥങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ എണ്ണങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിയിൽ അടിവരയിടാനാണ്. ചിലപ്പോൾ വേർതിരിച്ച് എഴുതാനും പറയാം. എങ്ങനെയാണോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് അതിനനുസരിച്ച് മനസ്സിലാക്കി ചെയ്യാം.